എല്ലാ കൂട്ടുകാർക്കും സയൻസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 3rd ചാപ്റ്റർ ഫ്ലവർ ടു ഫ്ലവർ, പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന ചാപ്റ്ററിൻ്റെ 3ാം ഭാഗമാണ്. In the last class we have discussed the female reproductive organ and male reproductive organ in flowers, that are gynoecium and androecium respectively, and we discussed the male flower and female flower. Okay, then let us discuss the seed formation. How the seeds are formed? There are certain processes behind this. The first step, the male gamete from the pollen grain should reach the ovary. Okay, പോളൻ ഗ്രെയിൻസിൽ കാണപ്പെടുന്ന മെയിൽ ഗാമറ്റ്, പരാഗരേണുക്കളിൽ കാണപ്പെടുന്ന പുംബീജം എന്ത് ചെയ്യണം? ആദ്യം ഓവറിയിലെത്തണം. അണ്ഡാശയത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ ഒരു ഭാഗമായ ഓവറിയിലെത്തണം. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഫ്യൂസ് വിത്ത് ദ എഗ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ഓവറിയിലുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യണം. ഓക്കെ, the fusion of male gamete with the egg is called fertilization. ഇങ്ങനെ പുംബീജവും അണ്ഡവും കൂടിച്ചേരുന്ന പ്രവർത്തനത്തെയാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം എന്ന് പറയാം. ഓക്കെ, ഇതാണ് വിത്തുണ്ടാവാനുള്ള പ്രോസസ്സ്. ഓക്കെ, then here are some questions for you. First one, where is the male gamete seen in a flower? എവിടെയാണ് മെയിൽ ഗാമറ്റ് കാണപ്പെടുന്നത്? പൂക്കളിൽ എവിടെയാണ് കാണപ്പെടുന്നത്? പുംബീജം എന്ന് പറയുന്ന മെയിൽ ഗാമറ്റ് ഇൻസൈഡ് ദി പോളൻ ഗ്രൈൻസ്. പോളൻ ഗ്രൈൻസിലാണ് മെയിൽ ഗാമറ്റ് കാണപ്പെടുന്നത് അല്ലേ. ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രൈൻസ് ഉണ്ടാവുക, അതിലാണ് മെയിൽ ഗാമറ്റ് കാണപ്പെടുക. ഓക്കെ, ദെൻ വേർ ക്യാൻ വി സീ ദ എഗ് ഓഫ് എ ഫ്ലവർ? എവിടെയാണ് നമുക്ക് ഫ്ലവറിൻ്റെ എഗ്ഗ് കാണാൻ കഴിയുക? അണ്ഡം എവിടെയാണ് കാണപ്പെടുക? എവിടെയാ? ഇൻസൈഡ് ദി ഓവ്യൂൾ. ഓവ്യൂൾ എന്ന് പറയുന്ന ഭാഗത്താണ് നമുക്ക് എഗ്ഗ് കാണപ്പെടുക. ഓവ്യൂൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഇസ് സീൻ ഇൻസൈഡ് ദി ഓവറി. ഓവറിക്കുള്ളിലുണ്ടാവും ഓവ്യൂള്, അതിനുള്ളിലാണ് എഗ്ഗ് കാണപ്പെടുക. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? എവിടെ വെച്ചാണ് ഫെർട്ടിലൈസേഷൻ അഥവാ ബീജസങ്കലനം നടക്കുന്നത്? എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഇൻസൈഡ് ദി ഓവറി. ഓവറിക്കുള്ളിൽ വെച്ചിട്ടാണ് ബീജസങ്കലനം അഥവാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഓക്കെ, ഹിയർ ഇസ് അനദർ വർക്ക് ടു ഡ്രോ ദ പാത്ത് വേ ഓഫ് പോളൻ ഗ്രെയിൻ ആൻഡ് മെയിൽ ഗാമറ്റ് ഇൻ ദ ഫിഗർ ഷോൺ. നമ്മളുടെ ഈ ചിത്രത്തിൽ മെയിൽ ഗാമറ്റിൻ്റെയും പോളൻ ഗ്രെയിൻസിൻ്റെയും പാത്ത് വേ വരയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് വരച്ച് നോക്കാം. ഫസ്റ്റ്, പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഷുഡ് റീച്ച് അറ്റ് സ്റ്റിഗ്മ, and then it comes to ovary, and there the fusion will occur. Okay, then let us come to the next topic, on the wings of butterflies. പൂമ്പാറ്റ ചിറകിലേറി. As we learn, for the process of fertilization, the pollen grains from anther should reach at sigma first, then it comes to the ovary. അപ്പോൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം പോളൻ ഗ്രൈൻസ് സ്റ്റിഗ്മയിലെത്തണം, പിന്നെ ഓവറിയിലെത്തണം. ഹൗ ദ പോളൻ ഗ്രൈൻസ് റീച്ച് അറ്റ് സ്റ്റിഗ്മ? എങ്ങനെയാണ് പോളൻ ഗ്രൈൻസ്, ആന്തറിലുള്ള പോളൻ ഗ്രൈൻസ് സ്റ്റിഗ്മയിലെത്തുന്നത്? ഫോർ ദിസ് പ്രോസസ് ബട്ടർഫ്ലൈസ്, വാട്ടർ ഡ്രോപ്ലെറ്റ്സ്, വിൻഡ് എക്സെട്ര ഹെഡ് ദ ഫ്ലവേഴ്സ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനായിട്ട് പൂമ്പാറ്റകൾ, അതുപോലെ കാറ്റ്, ജലം എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവരാണ് ഈ പോളൻ ഗ്രൈൻസിനെ സ്റ്റിഗ്മയിലെത്തിക്കുക. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് പോളിനേഷൻ. ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രൈൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ. ഓക്കെ, factors that help pollination are called pollinating agents, that is butterflies, water, wind, etc. are included
included in the pollinating agents. Okay. Then, what are the peculiarities seen in flowers to attract pollinating agents? പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ ഫ്ലവേഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? എന്തൊക്കെ പ്രത്യേകതകളുള്ളത്? ദേ ഹാവ് എ ഗുഡ് സ്മെൽ, നല്ല സ്മെല്ലുണ്ടായിരിക്കും. ആൻ അട്രാക്റ്റീവ് കളർ, അല്ലേ, നല്ല അട്രാക്റ്റീവായിട്ടുള്ള കളർ ഉണ്ടായിരിക്കും. പിന്നെ എന്തുള്ളത്? നെക്ടർ, അവയിൽ തേനുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ തേൻ കുടിക്കാനെന്നുള്ളതിലും പൂമ്പാറ്റകളും ഹണി ബീസൊക്കെ അതിലേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്ലവേഴ്സിനൊക്കെ എന്തായിരിക്കും, നല്ല അട്രാക്റ്റീവായിട്ടുള്ള സ്മെല്ലായിരിക്കും, നല്ല കളറായിരിക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഗുഡ് സ്മെല്ലായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വേറൊരു ഫ്ലവർ ഉണ്ട്, ഫ്ലവർ ഓഫ് എലിഫൻ്റ് യാം, ചേനയുടെ പൂവ്. അതിൻ്റെ സ്മെൽ എന്താണ്? ഇറ്റ് ഹാസ് എ ഫോൾ സ്മെൽ, നല്ല ദുർഗന്ധമുള്ള സ്മെല്ലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എന്തുകൊണ്ടാണ് ചേനയ്ക്ക് ഇത്രയും ദുർഗന്ധമുള്ള പൂക്കളുണ്ടായത്? വാട്ട് ആർ ദ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഇൻ ദിസ് ഫ്ലവർ? ഈ ഫ്ലവറിൽ ഉള്ള പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആരാണെന്നറിയോ? ഫ്ലൈസാണ്, ഈച്ചകളാണ്. അപ്പോൾ അവയെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിന് ഇത്രയും ഫോൾ സ്മെല്ല് കൊടുത്തിട്ടുള്ളത്. ചിത്രങ്ങൾ നോക്കൂ. ഇവിടെ ആദ്യം ഒരു ലന്ധന എന്ന് പറയുന്ന, അരിപ്പൂവ് എന്ന് പറയുന്ന ഫ്ലവർ കൊടുത്തിട്ടുണ്ട്, അല്ലേ? എന്താണ് അതിൻ്റെ പ്രത്യേകത? അത് ചെറിയ ചെറിയ പൂക്കളാണ്, പക്ഷേ അവ ഓരോന്നായിട്ടല്ല കാണപ്പെടുന്നത്. എങ്ങനെ കാണപ്പെടുന്നത്? ദേ ഗ്രോ ആസ് ഇൻഫ്ലോറസൻസ്, അവ ഒന്നിച്ച് ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. ഒന്നിച്ച് കൂട്ടമായി കാണുന്നതിനെ നമ്മൾ ഇൻഫ്ലോറസൻസ് എന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇവ അങ്ങനെ ഒന്നിച്ച് കൂട്ടമായി കാണപ്പെടുന്നത്? ടു അട്രാക്ട് ദ പോളിനേറ്റിംഗ് ഏജൻസ്, പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവ അങ്ങനെ കാണപ്പെടുന്നത്. ഒറ്റയ്ക്കാണെങ്കിൽ ഒരിക്കലും അവ ശ്രദ്ധിക്കപ്പെട്ടില്ല. ഓക്കെ, അതുപോലെ അടുത്തത് വെള്ളില അഥവാ മുസൻഡ എന്ന് പറയുന്നത്. വാട്ട് ഇസ് അഡ്വാൻറ്റേജ് ഓഫ് ദ ലീവ്സ് അറൗണ്ടിങ് എ മുസൻഡ ഫ്ലവർ ചേഞ്ചിങ് കളർ ആൻഡ് അപ്പിയറിങ് ലൈക്ക് എ ഫ്ലവർ? ചിത്രത്തിൽ നോക്കൂ, വെള്ളിലയുടെ പൂവെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പോൾ അത് കാണാൻ പെട്ടെന്ന് കാണണമെന്നില്ല. അപ്പോൾ അത് ഒന്നുകൂടെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ചുറ്റുമുള്ള ഇലകൾ നിറം മാറിയിട്ട് പൂ പോലെ കാണപ്പെടുന്നത്. ഓക്കെ, ദെൻ ആർ ദ പാർട്സ് ഇൻ ബോഗൻവില്ല ദാറ്റ് ചേഞ്ച് കളർ ഫ്ലവേഴ്സ്? ബോഗൻവില്ലയുടെ ചിത്രം കാണുന്നുണ്ട് നിങ്ങൾ, അല്ലേ? അതിലെങ്ങനെയാണ് കാണപ്പെടുന്നത്? ഇലകളൊക്കെ എല്ലാം പച്ച നിറത്തിലല്ല, അല്ലേ? ചില ഭാഗങ്ങൾ നല്ല അട്രാക്റ്റീവായിട്ട് കാണപ്പെടുന്നുണ്ട്, നല്ല കളർഫുള്ളായിട്ട്. ഓക്കെ, അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതും ഇതുപോലെ തന്നെയാണ്. ടു അട്രാക്ട് ദ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്, ദേ ചേഞ്ച് ദെയർ കളർ. പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കളർ മാറിയതാണ്. കാരണം എന്താണ്? ദെയർ ഫ്ലവേഴ്സ് ആർ വെരി സ്മോൾ, അവയുടെ ഫ്ലവേഴ്സ് എന്താണ്? വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആർ ഓൾ ഫ്ലവേഴ്സ് ആർ പോളിനേറ്റഡ് ബൈ ആനിമൽസ്? എല്ലാ ഫ്ലവേഴ്സും പോളിനേഷൻ നടത്തുന്നത് ആനിമൽസ് ആണ്, അതായത് ബേർഡ്സ്, ബട്ടർഫ്ലൈസ് ഒക്കെയാണോ? ഫ്ലൈസ് നമ്മൾ പറഞ്ഞു, അല്ലേ? നോ, ദർ ആർ സം അതർ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ്. മറ്റു പോളിനേറ്റിംഗ് ഏജൻസും നമുക്കുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഹാവ് യു സീൻ ദ ഫ്ലവേഴ്സ് ഓഫ് പാഡി? നിങ്ങൾ നെൽച്ചെടിയുടെ പൂക്കൾ കണ്ടിട്ടുണ്ടോ? പൂത്തു നിൽക്കുന്ന നെൽച്ചെടി ഇങ്ങനെ കാറ്റിലാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഹൗ ഡു ദ പോളൻ ഗ്രൈൻസ് ഓഫ് പാഡി റീച്ച് ദ സ്റ്റിഗ്മ? എങ്ങനെയാണ് പാഡിയുടെ പോളൻ ഗ്രൈൻസ് സ്റ്റിഗ്മയിലെത്തുന്നത്? അവിടെ ബട്ടർഫ്ലൈസ് വരാറുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് അവയിലെ പോളൻ ഗ്രൈൻസ് സ്റ്റിഗ്മയിലെത്തുന്നത്. അതിനു മുമ്പ് ഈ ഫ്ലവേഴ്സിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. There are certain features for such flowers. First one, have a large number of pollen grains. ധാരാളം പൂമ്പൊടി ഉണ്ടായിരിക്കും. Then pollen grains are lighter in weight. അവയുടെ വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും.
അതുകൊണ്ട് തന്നെ ഇത്തരം വെയിറ്റ് കുറഞ്ഞ അതുപോലെ ലാർജ് നമ്പർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഉള്ള സിറ്റുവേഷൻസിൽ അവിടെ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ആവുക വാട്ടർ അതുപോലെ തന്നെ വിൻഡാണ്. ദ പോളിനേറ്റിംഗ് ഏജൻറ്റ് ഇൻ പെപ്പർ പ്ലാന്റ് ഈസ് വാട്ടർ ഓർ ഡ്യൂ ഡ്രോപ്സ്. നമ്മൾ മരത്തിലൊക്കെ കാണപ്പെടുന്ന ചെറിയ ചെറിയ മഞ്ഞുതുള്ളികളാണ് കുരുമുളകിലെ പോളിനേറ്റിംഗ് ഏജൻറ്റ്. നോട്ടീസ് ദ ഫീച്ചേഴ്സ് ഓഫ് എ ഫ്ലവേഴ്സ് which pollinating agent among those given below matches the features. തന്നിട്ടുള്ള പ്രത്യേകതകൾ നോക്കിയിട്ട് ഏത് പോളിനേറ്റിംഗ് ഏജൻ്റാണ് ഇവയ്ക്ക് സ്യൂട്ടായതെന്ന് തിരഞ്ഞെടുക്കുക. ലൈറ്റ് വെയ്റ്റ് പോളൻ ഗ്രെയിൻസ് ഏതായിരിക്കും? വിൻഡ്. നെക്സ്റ്റ് കളർഫുൾ ഫ്ലവേഴ്സ്. അപ്പോൾ ഇവിടെ ഹണിബി ആയിരിക്കും പോളിനേറ്റിംഗ് ഏജൻറ്റ്. അതുപോലെ വൈറ്റ് ഫ്ലവേഴ്സ് ദാറ്റ് ബ്ലൂംസ് അറ്റ് നൈറ്റ്. രാത്രിയിൽ പൂക്കുന്ന ഫ്ലവേഴ്സിൻ്റെ പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിരിക്കുക മോത്താണ്, നിശാശലഭം. ഓക്കെ. അതുപോലെ പോളിനേഷൻ ഇൻ മോയിസ്ചർ. ഈർപ്പത്തിലൂടെയുള്ള പരാഗണം നടത്തുന്നത് ഡ്യൂഡ്രോപ്സ് ആയിരിക്കും, ജലത്തുള്ളിയായിരിക്കും. നെക്സ്റ്റ് ടോപ്പിക് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, കൃത്രിമ പരാഗണം. മികച്ച വിത്തിനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്, ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഗുണമേന്മയുള്ള ചെടിയിൽ നിന്നും പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്തിട്ട് മറ്റൊരു പൂവിൻ്റെ സ്റ്റിഗ്മയിൽ അഥവാ പരാഗണ സ്ഥലത്ത് കൊണ്ടുപോയി വിതറുക. ഇതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയാം. മെക്സിക്കൻ കാടുകളിൽ വളരുന്ന വാനില നമ്മുടെ നാട്ടിൽ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോളിനേറ്റിംഗ് ഏജൻ്റ് എന്ന് പറയുന്നത് മെലപ്പോണ ഇനത്തിൽപ്പെട്ട തേനീച്ചകളാണ്, മെലിപ്പോണ ഹണിബീസ്. അവ നമ്മുടെ നാടുകളിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇവിടെ നടത്തുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷനാണ്. നെക്സ്റ്റ് ദ ജേർണി ഓഫ് പോളൻ ഗ്രെയിൻസ്, പരാഗരേണുക്കളുടെ യാത്ര. Is it necessary that the pollen grains of a particular flower should fall on the stigma of the same kind? ഒരു പൂവിലെ പരാഗരേണുക്കൾ അതേ ഇനത്തിൽപ്പെട്ട പൂവിൽ തന്നെ പതിക്കണമെന്നുണ്ടോ? ഇപ്പോൾ നമ്മളൊരു പച്ചക്കറി തോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വെജിറ്റബിൾസ് ഉണ്ടാവും അല്ലേ? പംകിൻ ഉണ്ടാവും, ആഷ് ഗോഡ് ഉണ്ടാവും, ലേഡീസ് ഫിംഗർ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പച്ചക്കറികളുണ്ടാവും. ഓക്കെ. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഓഫ് pumpkin flower falling on the stigma of ash gourd flower. മത്തൻ പൂവിലെ പോളൻ ഗ്രെയിൻസ് ആഷ് ഗോഡിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുക. ഓക്കെ. ഈസ് ദർ പോളിനേഷൻ ടേക്സ് പ്ലേസ്? നോ, അവിടെ പോളിനേഷൻ നടക്കില്ല. നോ ചാൻസ് ഫോർ പോളിനേഷൻ. ദെൻ പോളൻ ഗ്രെയിൻസ് ഓഫ് ആഷ് ഗോഡ് ഫ്ലവർ falling on the stigma of another ash gourd flower. ഒരു ആഷ് ഗോഡ് ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് മറ്റൊരു ആഷ് ഗോഡ് ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുക. യെസ്, ദ പോളിനേഷൻ വിൽ ഹാപ്പൻ. ഇവിടെ പോളിനേഷൻ നടക്കും. ഓക്കെ. അതായത് ഒരേ ഇനത്തിലുള്ള പൂക്കളിലാണ് പോളിനേഷൻ നടക്കുക. മറ്റു ഇനം പൂക്കളിൽ വീണ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യും? നശിച്ചു പോവുകയാണ് ചെയ്യുക. ഓക്കെ. Then there are two types of pollination, self-pollination and cross-pollination. Okay, self-pollination അഥവാ സ്വപരാഗണം, cross-pollination പരപരാഗണം. നമുക്ക് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് സെൽഫ് പോളിനേഷൻ എന്ന്. It is the pollination of a flower by which the pollens from the same flower or from another flower on the same plant. പൂവിലെ പരാഗരേണുക്കൾ അഥവാ പോളൻ ഗ്രെയിൻസ് അതേ പൂവിൻ്റെയോ അല്ലെങ്കിൽ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെയോ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാം. അതിനെയാണ് നമ്മൾ സെൽഫ് പോളിനേഷൻ എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ ആദ്യത്തെ രണ്ടെണ്ണം എന്താണ്? സെൽഫ് പോളിനേഷനാണ്. അടുത്തത് എന്താണ്? ക്രോസ് പോളിനേഷൻ. കണ്ടില്ലേ, രണ്ട് ചെടികളുണ്ട് അവിടെ, ഒരേ ചെടിയിലല്ല, വ്യത്യസ്തമായ രണ്ട് ചെടികളിൽ നടക്കുന്ന പോളിനേഷനാണ് ക്രോസ് പോളിനേഷൻ. It is the pollination between flowers of two different plants of the same species. ഒരു പൂവിലെ പോളൻ ഗ്രെയിൻസ് അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കാം. അത്തരത്തിലുള്ള പോളിനേഷനാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയാം. അപ്പോൾ രണ്ട് തരത്തിലുള്ള പോളിനേഷൻ നമ്മൾ പറഞ്ഞു, സെൽഫ് പോളിനേഷനും ക്രോസ് പോളിനേഷനും. നമ്മുടെ നേച്ചറിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ക്രോസ് പോളിനേഷനാണ്. അതിനെയാണ് ഫേവർ ചെയ്യുന്നത്. സെൽഫ് പോളിനേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്
നാച്ചുറത്തിനുള്ളൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ആൻഡ്രീഷ്യത്തിൻ്റെയും ഗൈനീഷ്യത്തിൻ്റെയും മെച്ചുറേഷൻ ടൈം എന്ന് പറയുന്നത്, മെച്ചുറേഷൻ പീരിയഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതായത് പൂർണ്ണ വളർച്ച ആൻഡ്രീഷ്യം എത്തുമ്പോൾ ഒരിക്കലും ഗൈനീഷ്യം പൂർണ്ണ വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയൊരു സിസ്റ്റമാണ് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട്, അത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ.